ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഈ അൻസിയയുടെ ഒരു വീഡിയോ ആണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഈ കൊച്ചെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വരുന്നുണ്ട്. ഇതേണ കൊണ്ട് ഈ കൃഷ്ണകുമാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തോ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇതേണക്ക് എന്തിനാണ് മോളെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വിടുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഈ മോശമുള്ള കമൻസൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേണക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ത് പറ്റി അവർക്ക് ഭയങ്കര ദാരിദ്ര്യത്തിൽ പോയോ, അതുകൊണ്ടാണ് ഇതേണക്കത്തുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രിപ്ഷനിലൊന്നും ഇട്ടതൊന്നും അല്ല. ഇതേണക്കുണ്ടെങ്കിൽ വർക്കൗട്ട് വീഡിയോ ഉണ്ടെങ്കിൽ സ്നാപ്ചാറ്റിൽ ഇട്ടതാണ്, റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ടെങ്കിൽ അതിന് ശേഷം ഇത് ലീക്കായി വെളി വന്നതാണ്. ഇത് കണ്ടിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ് ഇങ്ങനെ അങ്ങനെയാണെന്നും പറഞ്ഞ് പല കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമില്ല. ഇത് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇതൊരു സ്നാപ്ചാറ്റ് അല്ലാതെ വർക്കൗട്ട് വീഡിയോ ഇട്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമുള്ള സുപരിചിതമായിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ ഇത് നമുക്ക് നോർത്തിലോ അല്ലെങ്കിൽ വിദേശങ്ങളിലോ ഇതേണക്കത്തുള്ള വീഡിയോ ഒക്കെ ഇടുന്നതാണ്. ഇപ്പോൾ അവരുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവർ ഇതേണക്കത്തുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതേണക്കത്തുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതേണക്കത്തുള്ള പ്രശ്നങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് വൾഗറായിട്ട് നമുക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആണ്, അല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ഇതൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനായിട്ടോ അല്ലെങ്കിൽ ഇതേണക്കത്തുള്ള കാര്യങ്ങൾക്കൊന്നും തുടങ്ങിയതല്ലാതെ ലീക്കായതാണ്.